നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകം പിറന്ന ഒരു മങ്ക തറവാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഐശ്വര്യവും രാജയോഗവും ഗജകേശ്വരി യോഗവും മഹായോഗവും ഒക്കെ ഉണ്ടാവും. എന്നാ ജോത്സരെ കാര്യം വിശദീകരിച്ചു പറയൂ. മകം പിറന്ന മങ്കയെ ഈ തറവാട്ടിലേക്ക് പടിയേറ്റ് നടത്തി സ്വീകരിക്കണം അവളുടെ അമ്മ. അതിന് അവളുടെ അമ്മ മാർഗയ മരിച്ചുപോയി. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയോ കാണുന്നല്ലോ. അത് ഞാനാ. മനസാല സ്വീകരിച്ചാൽ മാത്രം പോരെന്ന നക്ഷത്രയോഗത്തിൽ തെളിയുന്നത്. ജോത്സരെ, പടിയേറ്റ് നടത്തി ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചോളാം. അതിലും ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ തറവാട്ടിൽ നിന്ന് ഇരിക്കപ്പിണ്ടം വച്ചതായി കാണുന്നു. ജ്യോതിഷം കളവ് പറയില്ല. നേരാണോ? നേരെ ജോത്സരെ. ഇനി ഞാൻ വ്യക്തമായി പറയാം. മകനെ ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കിയപ്പോ ഈ കുട്ടിയെ നന്ദിനി ദത്തുപുത്രിയായി സ്വീകരിക്കുമ്പോ ആചാരപ്രകാരമുള്ള പടിയേറ്റ് കർമ്മം തന്നെ നടത്തണം. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പടിയേറ്റ് നടത്താൻ സാധിക്കൂ. കാരണം അവൾ പൂർണ്ണ മനസ്സോടെയും തികഞ്ഞ ബോധ്യത്തോടെയുമായിരിക്കണം അവൾ അമ്മയായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെ നിശ്ചയിച്ച് ചാർത്തെഴുതിക്കോളൂ ജോത്സരെ. മീനാക്ഷിക്ക് 18 വയസ്സ് തികയുന്ന ദിവസം ചെമ്പകമംഗലത്ത് പടിയേറ്റ്. ഇതൊക്കെ എന്ത് ന്യായോ? ഇതിലെന്ത് അന്യായമാ? ഞങ്ങള് ചെമ്പകമംഗലത്തെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ പടിയിറക്കി വിട്ടവർക്കും ദത്ത് നിൽക്കുന്നവർക്കും ഒക്കെ അധികാരം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. മിണ്ടരുത് നീ രാമഭദ്ര. ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷേ ഇവളോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഡേ, കെട്ടിച്ചു വിട്ടതാ നിന്നെ, വെറുതെ അല്ല, എല്ലാ അവകാശങ്ങളും തന്ന്. രാമഭദ്രന്റെ അച്ഛൻ ആ പാവം നമ്പ്യാര് ചേട്ടന് നാഴി വെള്ളം കൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ച് ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിർത്തി നീ ചെമ്പകമംഗലം ഭരിക്കുക. മക്കളോട് വാത്സല്യം ഉള്ളതുകൊണ്ട് ഞാനും കൈമളയേട്ടനും അത് മനഃപൂർവ്വം അംഗീകരിച്ചു. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാലേ ആടി തരും ഞാൻ. അതിന് കാരണം നിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലാത്തതുകൊണ്ടാടി. കുടുംബത്തിൽ റോള് കുറഞ്ഞവര് അടങ്ങി നിന്നോണം. കാരണം അവരുടെ വോയിസ് ഞങ്ങൾ മാതാപിതാക്കളുടെ ദാനമാ. ചാർത്തെഴുതി ജോത്സരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.